എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. എല്ലാവർക്കും സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ കുടുംബവിളക്ക് സീരിയലിന്റെ ഇന്നത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് കഥയൊക്കെ ആയിട്ടാണ്. എന്തായാലും നമ്മുടെ സിദ്ധാർത്ഥൻ ഈ ആഴ്ച വന്നിരിക്കും. അതിനുള്ള ചെറിയ കാര്യങ്ങളൊക്കെ നമ്മുടെ സരസ്വതി അമ്മ ചെയ്തു വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വഴിയെ പോയ സരസ്വതി അമ്മയാണെങ്കിലോ ദാ നമ്മുടെ അരവിന്ദന്റെ വണ്ടി കണ്ടതും പുള്ളിക്കാരി വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ചെറിയ കാര്യങ്ങളൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ സരസ്വതി അമ്മ നമ്മുടെ അരവിന്ദന്റെ വണ്ടിക്ക് വട്ടം ചാടുകയാണ്. ചാടിയതും ദൈവാധീനത്തിനാണ് പുള്ളിക്കാരിക്ക് വേറൊന്നും സംഭവിക്കാതിരുന്നത്. എന്തായാലും ജീവൻ ബാക്കി കിട്ടി എന്ന് പറയുന്നത് പോലെ കാലിന് മാത്രമേ പരിക്ക് പറ്റിയിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിനും സരസ്വതി അമ്മയാണെങ്കിലോ ഇനിയിപ്പം നീ ഒറ്റൊരുത്തനാണ് എന്നെ ഈ അവസ്ഥയിലാക്കിയത്, അതുകൊണ്ട് ഇനി ഞാൻ നിന്റെ വീട്ടിലായിരിക്കും. അങ്ങനെ കാല് ഫ്രാക്ചർ ആയതുകൊണ്ട് തന്നെ സരസ്വതി അമ്മയും താങ്ങി നമ്മുടെ അരവിന്ദൻ വീട്ടിലെത്തുകയാണ്. അപ്പം പിന്നെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. രഞ്ജിതയാണെങ്കിൽ ആകെ കിണ്ണത്തിലായിരിക്കുക കേട്ടോ. ഈ തള്ളയാണെങ്കിൽ തലയിന്ന് പോകുന്ന ലക്ഷണമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു പങ്കജും അതുപോലെ രഞ്ജിതയും ഒക്കെ എന്തോ പോയ അണ്ണാനെ പോലെ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ സുമിത്രയെ വിളിച്ച് വരുത്തുകയാണ് രഞ്ജിത. സുമിത്ര വന്ന പാടെ തന്നെ എൻ്റെ അമ്മ നിങ്ങൾക്കിത് എന്താ പറ്റിയത്, നിങ്ങളുടെ കാലിന് എന്ത് പറ്റി എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ വേവലാതിപ്പെട്ട് സരസ്വതി അമ്മയുടെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്. അപ്പം നമ്മുടെ സരസ്വതി അമ്മ പറയുന്നത് എന്നാന്ന് വെച്ചാല്, ഈ ദുഷ്ടൻ ഇവൻ എന്നെ വണ്ടി കയറ്റി കൊല്ലാൻ നോക്കിയതാ മോളെ. ഇത് കണ്ടില്ലേ, അമ്മയുടെ അവസ്ഥ കണ്ടില്ലേ? നീ അമ്മയുടെ ഇറങ്ങിപ്പോവാനൊക്കെ പറഞ്ഞു, പക്ഷെ അതിന്റെ ഒരു ചെറിയ ദേഷ്യത്തിന് ഞാൻ വീട്ടിൽ നിന്ന് പോകുന്നതാ, അല്ലാതെ മരിക്കണമെന്നുള്ള ഒരു ഉദ്ദേശം എനിക്കില്ലായിരുന്നു. സുമിത്രേ, ഇവര് പറയുന്നത് മുഴുവനും കള്ളത്തരമാണ്. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഞാൻ മര്യാദക്ക് വണ്ടി ഓടിച്ച് വരുമായിരുന്നു. ഈ സരസ്വതി അമ്മയാണ് എന്റെ വണ്ടി കണ്ടതും വട്ടം ചാടിയത്. അപ്പൊ സരസ്വതി അമ്മ പറയുന്നുണ്ട്, എടാ എന്നെ ഇടിച്ച് ഇഞ്ച പരുവാക്കി ഇട്ടിട്ട് നീ ഇങ്ങനെയൊക്കെ വർത്താനം പറഞ്ഞോടാന്നും പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. അങ്ങനെ അവരങ്ങനെ നിൽക്കുന്ന ആ ഒരു സമയത്താണെങ്കിലോ നമ്മുടെ സ്വരമോളെ കാണിക്കുകയാണ് കേട്ടോ. അപ്പൊ സ്വരമോളാണെങ്കിൽ ഭഗവാന് വേണ്ടി, അതെ തന്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ വേണ്ടിയിട്ട് വ്രതമൊക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം വ്രതം എടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ കുഞ്ഞിന് കഴിക്കാൻ പറ്റുന്നത് ഇച്ചിരി ഫ്രൂട്ട്സോ എന്തെങ്കിലും അങ്ങനെയുള്ള സാധനമൊക്കെ തന്നെയാണ്. അപ്പം നമ്മുടെ പ്രേമ വിചാരിക്കുകയാണ്, കൊച്ച് നല്ല കാന്താരി തന്നെയാണ്, അല്ലെങ്കിൽ പിന്നെ ഈ പ്രായത്തിൽ ഇത്തരം കഠിന വ്രതമൊക്കെ എടുക്കുവോ, അതും ഐസ്ക്രീമും അങ്ങനെയുള്ള സാധനമൊക്കെ ഇഷ്ടമുള്ള ഈ ഒരു കൊച്ച്, ഇവളുടെ ഈ ഒരു വ്രതം പൊളിച്ചെടുത്തില്ലെങ്കിൽ പണി പാളുമെന്ന് പ്രേമയ്ക്ക് നല്ലപോലെ അറിയാം. അപ്പൊ കൊച്ചെങ്ങാനും ഈ വ്രതമൊക്കെ പിള്ളേര് വ്രതമൊക്കെ നോറ്റു കഴിഞ്ഞാൽ പിന്നെ പറയുകയും വേണ്ട. എങ്ങനെ ആയാലും അവരുടെ ആ ഒരു പ്രാർത്ഥന മാത്രമല്ലേ ദൈവം കേൾക്കുള്ളൂ. ഇതറിയാവുന്ന കൊണ്ട് തന്നെ പ്രേമയാണെങ്കിൽ ഇനിയിപ്പം അത് പൊളിച്ചെടുത്തിട്ട് തന്നെ കാര്യം. കൊച്ചിന് ഇഷ്ടമുള്ള ഫ്ലേവർ ഐസ്ക്രീം അത് ആ ഫ്രിഡ്ജിനകത്ത് ഇരിക്കുന്നുണ്ട്. അപ്പൊ പ്രേമയ്ക്കൊരു ഐഡിയ തോന്നുക കേട്ടോ. പ്രേമയാണെങ്കിലോ ആ ഒരു ഐസ്ക്രീം ഒരു ചെറിയ ബൗളിലേക്ക് എടുത്തിട്ട് അത് നമ്മുടെ സ്വരമോളുടെ മുന്നിൽ പോയിരുന്ന് ഇങ്ങനെ ടേസ്റ്റോടുകൂടി ആസ്വദിച്ച് കഴിക്കുകയാണ്. കഴിക്കുന്ന സമയത്താണെങ്കിലോ സ്വരമോൾ ഇങ്ങനെ നോക്കുന്നൊക്കെ ഉണ്ട്, ഒളികണ്ണൊക്കെ ഇട്ട് നോക്കുന്നുണ്ട്. എന്താടി നീ എന്നെ നോക്കുന്നത്, നീ വലിയ വ്രതത്തിലൊക്കെ ആണല്ലോ, അപ്പം നിനക്കിതൊന്നും കഴിക്കാൻ പാടില്ല. എന്ത് ടേസ്റ്റാ ഇത്, എന്തൊരു ടേസ്റ്റാ, ഒരു രക്ഷയില്ലാട്ടോ എന്നും പറഞ്ഞ് നുണഞ്ഞ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പാവം അത് കുഞ്ഞല്ലേ, അപ്പൊ അതിനിങ്ങനെ വ്രതമൊന്നും എടുത്ത് ശീലമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ പക്ഷെ കൊച്ചു നല്ല കിടിലം കൊച്ചു തന്നെയാണ്. കൊച്ചിനാണെങ്കിലോ തൻ്റെ അച്ഛനും അമ്മയും ഒന്നിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പാവം അത് ഈ വ്രതമൊക്കെ എടുക്കുന്നത്. അപ്പം സ്വന്തം അച്ഛനും അമ്മയും അല്ലെങ്കിൽ കൂടിയും അവൾക്കറിയില്ല, എന്നാലും തൻ്റെ അച്ഛനും അമ്മയും ഇനി ജീവിതകാലം മുഴുവനും സന്തോഷത്തോടു കൂടി ജീവിക്കണം, ആ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ നമ്മുടെ കുഞ്ഞു സ്വരയ്ക്ക്. അങ്ങനെ സ്വരമോൾ അച്ഛമ്മയുടെ ആ ഒരു കുന്നായ്മയിലൊന്നും വീഴുന്നില്ല കേട്ടോ. കുഞ്ഞ് ആദ്യം ഒന്ന് വേണോന്നൊക്കെ ഇങ്ങനെ കാണിച്ചെങ്കിലും അത് നമ്മുടെ പ്രേമയ്ക്ക് ചുമ്മാ ഒരു ആശ കൊടുത്തതായിരുന്നു. കൊച്ചതൊന്നും വാങ്ങി കഴിക്കുന്നൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കുരുത്തം കേട്ട കൊച്ച് ആരെങ്കിലും ഐസ്ക്രീം ഒക്കെ കണ്ടു കഴിഞ്ഞാൽ വേണ്ടെന്ന് പറയുമോ, അത്രയ്ക്ക് ടേസ്റ്റുള്ള ഐസ്ക്രീം ആയിരുന്നു. ഞാൻ തന്നെ കഴിച്ചിട്ട് എനിക്ക് ഒട്ടും സഹിക്കാനേ പറ്റുന്നില്ല എന്നും പറഞ്ഞ് പുള്ളിക്കാരി അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്താണെങ്കിലോ നമ്മുടെ അനിരുദ്ധും അനന്യയും കൂടി സംസാരിക്കുകയാണ്. അപ്പൊ അവര് പറയുന്നത്, സ്വരമോള് ആ ഒരു വ്രതമൊക്കെ എടുക്കുന്നുണ്ട്, നമുക്ക് വേണ്ടി തന്നെയാണല്ലോ, അതുകൊണ്ട് അവളുടെ ആ ഒരു ആഗ്രഹം അത് നമ്മൾ സാധിച്ചു കൊടുക്കണം അനന്യെ, എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഒരുമിക്കണം. അപ്പൊ അനന്യയും ഫുൾ കട്ടയ്ക്ക് നമ്മുടെ അനിരുദ്ധിന്റെ കൂടെ നിൽക്കുകയാണ് കേട്ടോ. എത്രയൊക്കെ വന്നാലും ഒരുപാട് വർഷങ്ങൾ ഇവർ പിരിഞ്ഞാണ് താമസിച്ചത്. കാര്യം നിസ്സാരമൊക്കെയാണ്, നമ്മുടെ മറ്റേ സിനിമയിലൊക്കെ പറയുന്ന പോലെ. ഈ പ്രേമയും പ്രേമയോടനുബന്ധിച്ചുള്ള ആൾക്കാരും ഒക്കെ കൂടിയാണ് ഇവരുടെ ഈ ഒരു വിഷയം വഷളാക്കി നമ്മുടെ അനന്യയുടെ ഉള്ളിൽ വിഷമൊക്കെ കുത്തിവെച്ചിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ അനിരുദ്ധും അനന്യയും ഒന്നിക്കാം, തൻ്റെ മകൾ ഇത്രയധികം തന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ അനന്യയുടെ ആ ഒരു ഹൃദയത്തെ ഇങ്ങനെ ചുട്ടുപൊള്ളിക്കുകയാണ്. അപ്പം അനന്യക്ക് എത്രയും പെട്ടെന്ന് തന്നെ
അനിരുദ്ധിനുമായിട്ട് ഒന്നിക്കണമെന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ട്. അങ്ങനെ അവർ ഹാപ്പി ആയിട്ട് അവിടെ നിൽക്കുന്ന ആ ഒരു സമയത്താണ് പ്രേമ കൊച്ചമ്മയാണെങ്കിൽ വിചാരിച്ചതൊന്നും നടന്നുമില്ല. ഇനിയിപ്പോൾ താൻ മറ്റെന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രേമയെ തേടി നമ്മുടെ രഞ്ജിതയുടെ കോള് വരുന്നത്. അപ്പൊ രഞ്ജിത വിളിക്കുന്നതും അതെ ഇത് പ്രേമയല്ലേ എന്ന് ചോദിക്കുകയാണ്. ആ ഞാൻ പ്രേമ തന്നെയാണ്, ആരാ ഈ വിളിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ രഞ്ജിതയാണ്, രോഹിത്തിന്റെ പെങ്ങള്. ആ നിങ്ങളിപ്പോ എന്തിനാ എന്നെ വിളിക്കുന്നത്? രോഹിത്തിന്റെ പെങ്ങളെന്ന് പറയുമ്പം നിങ്ങൾക്ക് എന്നെ വിളിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. അതെ ഞാൻ വിളിച്ചത് നിങ്ങള് സുമിത്രക്കെതിരെ ചില കാര്യങ്ങളൊക്കെ അവിടെ നീക്കുന്നുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് മാത്രമാണ്. അപ്പൊ ഇത് കേട്ടതും പ്രേമ ഉടനെ ഉരുണ്ട് കളിക്കാൻ തുടങ്ങിട്ടോ. എന്ത് കാര്യം? അതൊക്കെ ദീപു വഴി ഞാൻ അറിഞ്ഞായിരുന്നു. അനന്യയും അനിരുദ്ധവും കൂടി സുമിത്ര ജീവിച്ചിരിക്കുന്ന ആ ഒരു രഹസ്യം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കുമല്ലോ. അതെല്ലാം ദീപു പറഞ്ഞ് ഞാൻ അറിഞ്ഞായിരുന്നു. അപ്പം അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ഞാൻ പറയുന്നത് പോലെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് സഹായമായിട്ട് ചെയ്തു തന്നാൽ ഉറപ്പായിട്ടും സുമിത്രയെയും അതുപോലെ തന്നെ അവളുടെ മകനെയും ഒക്കെ നമുക്ക് ഇല്ലാണ്ടാക്കാന്ന് പറയാണ്. അങ്ങനെ വലിയ സന്തോഷമായിട്ടോ നമ്മുടെ പ്രേമിക്ക്. അതിനെന്താ, ഞാൻ എന്ത് വേണേലും ചെയ്യാം, ഞാനപ്പോൾ നിങ്ങളെ വിളിച്ചോളാന്നും പറഞ്ഞ് നമ്മുടെ ആ ഒരു രഞ്ജിത ഫോൺ കട്ട് ചെയ്യാണ്. അപ്പൊ ഈ സമയത്താണെങ്കിലും നമ്മളെ കാണിക്കുന്നത് സരസ്വതി അമ്മയാണ്. നമ്മുടെ സുമിത്രയും അതുപോലെ തന്നെ പൂജയും കൂടി ആവുന്ന അത്രയും പറയുന്നുണ്ട്, എന്റെ പൊന്നമ്മ ഇതേ അമ്മ ഇവിടെ ഇങ്ങനെ കിടക്കല്ലേ, നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാം. നമ്മുടെ വീടോ? ഏത് വീട്? അതോ എന്റെ വീട് ശ്രീനിലയാണെന്നുള്ളത് നിനക്കറിയായിരുന്നില്ലേ? പിന്നെ നിന്റെ വീട്ടില് ആ ഒരു വാടക വീട്ടില് അവിടെ എന്തിനാ നമ്മൾ പോയി കിടക്കുന്നത്? എന്നെ ഈ അവസ്ഥയിലാക്കിയവനല്ലേ ഈ വീട്ടിൽ നിൽക്കുന്നത്, അവൻ എന്നെ നോയിക്കോളൂ എന്നും പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുക കേട്ടോ. അപ്പോഴത്തേക്കിനും നമ്മുടെ ആ ഒരു പൂജ പറയുന്നുണ്ട്, എന്റെ പൊന്നച്ചമ്മ ദേ രഞ്ജിതാന്റി ഇപ്പൊ അടങ്ങിയിരിക്കുകയാണ്. രഞ്ജിതാന്റി എങ്ങാനും എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാക്കിയാൽ അച്ഛമ്മയുടെ അപ്പുറത്തെ കാലും കൂടി രഞ്ജിതാന്റി ശരിയാക്കി തരും. അതുകൊണ്ട് ഇനി അച്ഛന്റെ സ്വത്തിന്റെ വകുപ്പും ഒന്നും പറഞ്ഞ് നമ്മൾ ഇവിടെ വെറുതെ കടിച്ചു തൂങ്ങണ്ടെന്ന് പറയാണ്. അപ്പോഴും നമ്മുടെ സരസ്വതി അമ്മയാണെങ്കിലോ നീ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല, ഞാനേ ചിലതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ടാണ്. രഞ്ജിത എന്ത് ചെയ്യുമെന്നാ നീ പറയുന്നത്? ഈ സുമിത്രയ്ക്ക് മുന്നിലേ രഞ്ജിതയ്ക്ക് പിടിച്ചു നിൽക്കാനൊന്നും സാധിക്കില്ല. അപ്പം ഇവര് തമ്മിലുള്ള ഗൂഢാലോചനയൊക്കെ കേട്ടുകൊണ്ട് അരവിന്ദൻ അവിടെ നിൽക്കുന്നുണ്ട്. അരവിന്ദൻ പറയാണ്, എന്റെ പൊന്ന് സരസ്വതി അമ്മതേ നിങ്ങൾക്ക് ചെലവിന് വേണ്ടതൊക്കെ ഞാൻ അവിടെ എത്തിച്ചോളാം, പക്ഷെ ദയവ് ചെയ്ത് നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് പോയിക്കോ. എന്റെ രഞ്ജിത എങ്ങാനും അവളെങ്ങാനും ഇനിയിപ്പോ ഇത് നിങ്ങളിവിടെ സ്ഥിരതാമസമാക്കാൻ പോവാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവള് പ്രശ്നം ഉണ്ടാക്കും കേട്ടോ, അത് വലിയ വഴക്കാകുമെന്ന് പറയാണ്. അങ്ങനെ നിവർത്തിയില്ലാതെ നമ്മുടെ അരവിന്ദൻ നിൽക്കുന്ന ആ ഒരു സമയത്താണെങ്കിലോ സുമിത്ര കഴിയുന്നതും പറയുന്നുണ്ട്. അപ്പം ലാസ്റ്റ് ഇവരോട് പറഞ്ഞിട്ടൊന്നും ഒരു രക്ഷയില്ല കേട്ടോ. അങ്ങനെ പൂജ പറയുന്നുണ്ട്, എന്റെ അമ്മ ബാ നമുക്ക് പോവാം. എന്നാന്ന് വെച്ചാൽ അച്ഛമ്മ അനുഭവിച്ചോട്ടെ, ഇതെല്ലാം അച്ഛമ്മ വരുത്തി വെച്ചതാണല്ലോ. എടി മോളെ, അങ്ങനെ അവരെ കളഞ്ഞിട്ട് പോകാൻ പറ്റുമോ? അവര് പറയുന്നതിൽ സത്യമൊക്കെ ഉണ്ട്. നീ ഒന്ന് ആലോചിച്ച് നോക്ക്, നിന്റെ അച്ഛന്റെ ആ ഒരു സ്വത്തുക്കളല്ലേ ഇത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് എങ്ങനെയും തിരികെ പിടിക്കണം. ആ ഒരു വക്കീലിനെയൊക്കെ രഞ്ജിത മുക്കി വെച്ചിട്ടുണ്ടെങ്കിലും വക്കീൽ വഴി ചില കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ അമ്മയും കൂടി നിന്ന് ഒന്ന് കളിച്ചാലോ എന്ന് ആലോചിക്കുകയാണ്. ഇത് തന്നെയാണ് പറ്റിയ അവസരമെന്ന് മനസ്സിലാക്കുക നമ്മുടെ സുമിത്ര അങ്ങനെ മനസ്സിലാക്കിയതും സരസ്വതി അമ്മയാണെങ്കിൽ സുമിത്രയുടെ കട്ടയ്ക്ക് നിൽക്കുക കേട്ടോ. എടി മോളെ ദേ നീ ഒരാള് വിചാരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവളെ പൂട്ടാനായിട്ട് സാധിക്കും. അവളെ നിന്റെ ഭർത്താവിന്റെ പേരിൽ കള്ളവിൽപത്രമൊക്കെ ഉണ്ടാക്കിയതാണ്. ഒരു കാരണവശാലും ഈ പൂജമോളെ ഉപേക്ഷിച്ചിട്ട് രോഹിത് ഇതുപോലെയുള്ളൊരു ചതി ചെയ്യില്ല. ഇനി നീ ഒന്ന് ആലോചിച്ച് നോക്ക്, ഏതെങ്കിലും ഒരു സ്വത്ത്, ഇനി ആയിക്കോട്ടെ എവിടെയെങ്കിലും ഒരു സ്ഥലം, ഒരു സെന്റ് ഭൂമി ഈ പൂജയ്ക്ക് വേണ്ടിയിട്ട് അവൻ കൊടുക്കാതെ ഇരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അപ്പൊ തന്നെ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നിന്നെയും നിന്റെ മകളെയും ചതിച്ചുകൊണ്ട് ഇവൾ ഇവിടെ വിലസി നടക്കുകയാണ്. ഇവളെ ഒതുക്കാനൊക്കെ നമ്മൾ വിചാരിച്ച സാധിക്കും. ഞാൻ നിന്റെ കൂടെ കട്ടയ്ക്കുണ്ടാകും സുമിത്ര. എന്തായാലും നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ പിടിക്കണം. ഇനി എനിക്ക് ഇത്തരം സുഖങ്ങളൊന്നും ഉപേക്ഷിച്ച് വേറെ എങ്ങും പോയി താമസിക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് മകൾ കൂടും കൊടുക്കുകയൊക്കെ എടുത്തിങ്ങ് പോരെന്ന് പറയാണ്. ഇതറിഞ്ഞ് രഞ്ജിത ആണെങ്കിൽ കല്ലിതുള്ളു കേട്ടോ. രഞ്ജിതയ്ക്ക് തീരെയും പിടിക്കുന്നില്ല. സുമിത്രയും സരസ്വതി അമ്മയെ ചിലപ്പോൾ പറഞ്ഞു വിട്ടതായിരിക്കും. അവളുടെ ഉള്ളിൽ എന്തൊക്കെയോ ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട്. ഇനി വിൽപത്രത്തിന്റെ രഹസ്യങ്ങൾ എങ്ങാനും അവൾ കണ്ടുപിടിച്ചിട്ടാണോ ഈ കളിക്ക് ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ള പേടിയാണ് രഞ്ജിതയ്ക്കുള്ളത്. രഞ്ജിത അങ്ങനെ പേടിച്ചു നിൽക്കുമ്പോഴത്തേക്കിനും സരസ്വതി അമ്മയാണെങ്കിൽ തന്റെ മനസ്സിലെ കണക്കുകൂട്ടലുകളെല്ലാം ഇങ്ങനെ ഓരോന്നായി സാധിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഒരു സന്തോഷത്തിലൊക്കെ ഇരിക്കുകയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സരസ്വതി അമ്മയുടെ മനസ്സിലെ ആ ഒരു തന്ത്രങ്ങളെല്ലാം ഇങ്ങനെ ഫലവത്താക്കി രഞ്ജിതക്കെതിരെ തൊടുത്ത് വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു സമയത്താണെങ്കിലും രഞ്ജിത
ഇനിയിപ്പോൾ താൻ എന്ത് ചെയ്യും? വക്കീലിനെ പൂട്ടി, അതുപോലെ തന്നെ അനിരുദ്ധിനെ പൂട്ടാനായിട്ട് പ്രേമയ്ക്ക് അച്ചാരം കൊടുത്തു. ഇനി താൻ എന്തൊക്കെ ചെയ്യും ഈ സുമിത്ര എന്ന് പറയുന്ന ആ ഒരു വൻ മരത്തെ ഇടിച്ചിടാനായിട്ട്? എന്തായാലും ഒരു കാര്യം താൻ ചെയ്തേ പറ്റുള്ളൂ. അതുക്കും മേലെ ആ സിനിമയിലൊക്കെ പറയുന്ന പോലെ അതുക്കും മേലെ താൻ കളിച്ചെങ്കിൽ മാത്രമേ ഇനി രക്ഷയുള്ളൂ എന്നുള്ള രീതിയിൽ ഇവളിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. അപ്പോഴോ അതൊക്കെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ആ ഒരു കുടുംബവിളക്കിന്റെ ആ ഒരു കഥ വന്നിട്ടുള്ളത്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മുടെ സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും അഡ്വാൻസ് ഹാപ്പി വിഷു. അപ്പോൾ താങ്ക്